ഒരു സിംഗിൾ റേസർ തന്നെ 4 തവണയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫേസ് ഹെയർ റിമൂവൽ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ അനാവശ്യമായിട്ടുള്ള രോമങ്ങൾ പോവാനും കൂടാതെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ മുഖം നന്നായിട്ട് ടാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ റേസർ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റും, അതിലിങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ അതിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ, ഡെഡ് സ്കിൻ. സോ ഞാനിത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ സ്കിന്ന് കുറച്ച് ടാൻ ആയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വെയിലത്തൊക്കെ പോകേണ്ട ഒരു ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ സ്കിന്നിൽ കുറച്ചൊരു ടാനിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ ഹെയർ റിമൂവ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് മനസ്സിലായത് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഇത് എടുക്കുന്നുണ്ട്. ഈ ഒരു ബ്ലേഡ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്ലേഡാണ്, എന്നാൽ നമുക്ക് ഒരു തരത്തിലും ഹാം ചെയ്യാത്ത തരത്തിലുള്ള ബ്ലേഡാണ് കേട്ടോ. ഫേസ് റേസർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹെയർ റിമൂവൽ മാത്രമല്ല, നമ്മളുടെ ടാൻഡ് ആയിട്ടുള്ള സ്കിന്നെല്ലാം റിമൂവ് ആയിട്ട് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള സ്കിൻ എക്സ്പോസ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു വിധമാണ് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുന്നത്. നമ്മുടെ ഹെയർ ഒക്കെ താഴോട്ടല്ലേ വളരുന്നത്, അതുകൊണ്ട് തന്നെ താഴോട്ട് തന്നെ ഇതേപോലെ ഫേസ് റേസേഴ്സ് ഡ്രാഗ് ചെയ്യുക. കൂടാതെ കണ്ണിൻ്റെ അടിയിൽ ആക്റ്റീവ് പിമ്പിൾസിൽ, റാഷസിൽ, അലർജിക് ആയിട്ടുള്ള സ്കിന്നാണെങ്കിലൊന്നും നിങ്ങൾ റേസേഴ്സ് യൂസ് ചെയ്യരുത്. ഇതേപോലെ സ്കിൻ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെയർസ് മാത്രമല്ല അലോജെല്ലിൻ്റെ കൂടെ എൻ്റെ ഡെഡ് സ്കിൻസും പോരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ കയ്യിൽ ഇങ്ങനെ വൈപ്പ് ചെയ്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഒരു ഡാർക്ക് ബ്രൗണിഷ് ഷെയ്ഡ് ഉണ്ടാകും. അത് നമ്മുടെ ഡെഡ് സ്കിൻസ് ആണ് കേട്ടോ. ഈ ഡെഡ് സ്കിൻ പോകുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലെ സ്കിന്ന് നല്ല ബേബി സോഫ്റ്റ് ആയിട്ടുണ്ടാകും. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. മുൻപത്തെ പോലെ ആയിരിക്കില്ല, സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. കൂടാതെ നമ്മൾ പിന്നീട് അപ്ലൈ ചെയ്യുന്ന കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഒക്കെ നല്ല രീതിയിൽ അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. പിന്നെ മേക്കപ്പ് ഇടാൻ നേരത്ത് ഇതേപോലെ ഹെയർ റിമൂവ് ചെയ്യുക. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. സോ ഞാൻ എൻ്റെ ബ്രൈഡ്സിന് ഇതേപോലെ ഫേസിൽ ഹെയർ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഹെയർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് കൂടുതൽ ഫ്ലോലെസ് ആയിട്ടിരിക്കും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ മീശയുടെയും പിന്നെ സൈഡിലൊക്കെയുള്ള ഹെയർസിലൊക്കെ മേക്കപ്പിൻ്റെ ഫൗണ്ടേഷൻ പറ്റിപ്പിടിച്ചിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ അത് പാച്ചി ആക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾക്ക് ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് നോക്കൂ മേക്കപ്പ്, നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഏറ്റവും കൂടുതൽ ഫേസ് ഹെയർസ് വരാൻ ചാൻസ് ഉള്ളത് PCOD ഉള്ള സ്ത്രീകൾക്കാണ്. സോ PCOD നമുക്കറിയാൻ പറ്റും, അത് ഉള്ളതുകൊണ്ട് തന്നെ ചിന്നിൻ്റെ ഏരിയയിലും കാര്യങ്ങളിലൊക്കെ നല്ല തിക്കായിട്ടുള്ള ഇങ്ങനെ രോമങ്ങൾ ഉണ്ടാവും. കുറ്റി കുറ്റി പോലത്തെ ഉള്ള രോമങ്ങൾ വരാനാണ് കൂടുതലും ചാൻസ്. സോ സിറോണയുടെ ഈ ഒരു റേസേഴ്സ് അങ്ങനത്തെ ഹെയർസിന് നല്ലതായിരിക്കും കേട്ടോ. സാധാരണ രീതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബ്ലേഡ്സ് ഉള്ളതാണ്. അതൊക്കെ ഇതേപോലെ തിക്കായിട്ടുള്ള ഹെയർസ് റിമൂവ്